എന്താ ശക്തി, പോലീസെല്ലാം വീടിനകത്തേക്ക് വരുന്നത്? തെറ്റ്. പിന്നെ നീ എഴുതിയ FIR-ല്ലേ, ആ 4 പേരും ഞാൻ ഏൽപ്പിച്ച ജോലിയാണ് ചെയ്തത്. അവരെല്ലാം വെറുതെ വിട്ടേരെ. നടക്കില്ല. നീ ഇപ്പൊ പോ, പിന്നെ സംസാരിക്കാം. എന്തൊക്കെ പറഞ്ഞാലും മാറ്റമില്ല. എന്നോട് ദേഷ്യമാ? ദേഷ്യം തന്നെയാ. എന്നോടാണ് എനിക്ക് ദേഷ്യം. ഇവിടെയുള്ള എല്ലാവരോടും ദേഷ്യ. നിനക്കിഷ്ടമില്ലാത്ത വേഷമിട്ട് വന്നപ്പോഴേ ഞാൻ വിചാരിച്ച എനിക്കിഷ്ടമില്ലാത്ത എന്തോ നീ ചെയ്യാൻ പോകുന്നെന്ന്. എന്താ പറ്റിയത്? ഇനിയൊന്നും വേണ്ട, എല്ലാം വിട്ടേക്ക്. തെറ്റാണ്. ഇപ്പൊ എന്താ ഇങ്ങനെ തോന്നാൻ? നിങ്ങളുടെ കൂടെ നിന്നപ്പോൾ എനിക്കെല്ലാം ശരിയായിട്ടാണ് തോന്നിയത്. എന്നാൽ ഈ വേഷത്തിൽ നോക്കുമ്പോൾ എല്ലാം തെറ്റായിട്ടാ തോന്നുന്നേ. എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ശക്തി, നല്ലത് ചെയ്യുമ്പോൾ ചില തെറ്റായി തീരും. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയമായതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ അന്നത്തിൽ ചോരയുടെ മണമുണ്ടച്ചാ. ഇത്രയും കാലം അത് തന്നെയല്ലേ കഴിച്ചത്? അപ്പം അറിയില്ലായിരുന്നു. ഇപ്പം മനസാക്ഷി. മണ്ണാങ്കട്ട, പറയുന്ന മാത്രം ചെയ്. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ പോലീസുകാരനായില്ലേ? എങ്കിൽ ഞാനിപ്പോൾ പറയുക, നല്ലവനായിക്കോ. ശക്തി, ഈ ശിവൻ എന്ത് കേൾക്കണമെന്ന് വിചാരിക്കുന്നുവോ അതായിരിക്കണം നീ പറയേണ്ടത്. നീ പറയുന്നതൊന്നും ഈ ചെവി കേൾക്കില്ല. എന്തുകൊണ്ട് കേൾക്കില്ല? കേൾക്കണം, കേട്ടേ പറ്റൂ. ആരോടായി പറയുന്നത്? എന്റെ അച്ഛനോട്. ശക്തി, എതിർക്കാൻ നീ തീരുമാനിച്ചല്ലേ? മാറ്റണമെന്ന് തീരുമാനിച്ചിരിക്കുക. എന്ത് മാറ്റാൻ? നിങ്ങളെ ഒരു മനുഷ്യനായിട്ട്. അപ്പൊ എന്നെ പോലെ ആവണമെന്ന് പറഞ്ഞതോ? അന്ന് പറഞ്ഞതിൽ ഞാൻ പശ്ചാത്തപിക്കുക. ശക്തി, നോക്കിയും കണ്ട് സംസാരിക്കേ. കണ്ടിട്ട് തന്നെയാ, കണ്ടതുകൊണ്ട് തന്നെയാ സംസാരിക്കുന്നത്. ഒന്നും അറിയാൻ പാടില്ലാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ പായ്ക്കകത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുക. മതി. ശക്തി, ഈ ശിവനെ നീ അടുത്ത് കണ്ടിട്ടുണ്ടായിരിക്കാം. എതിരാളിയായി കണ്ടിട്ടുണ്ടോ? തന്റെ ഇടമുണ്ടോ? എട്ട് വയസ്സുള്ളപ്പോ നിനക്ക് ദേഷ്യം വരുമ്പോ നീ കല്ലെടുക്കുമായിരുന്നു. ഈ ശിവൻ കത്തിയെടുത്തവനാടാ. ഇനി എടുക്കാൻ സമ്മതിക്കില്ല. അന്ന് എൻ്റെ അച്ഛൻ മരിച്ചപ്പോഴാണ് ഈ കാക്ക് ഞാൻ വെറുത്തത്. ഇന്ന് നിങ്ങൾ എനിക്ക് നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാക്കിയിട്ട് വന്നത്. ഇനി എൻ്റെ അച്ഛനെ ഒരു തെറ്റും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. പറ്റുമെങ്കിൽ തടഞ്ഞു നോക്കടാ. ഈ ശിവൻ എല്ലാത്തിൻ്റെ മേലെയാ. അല്ല, നിങ്ങൾ എല്ലാത്തിനും മേലെ അല്ല. ഈശ്വരനും അധിപനും പോലീസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇല്ല, ഞാൻ എൻ്റെ ഈ മുണ്ട് ഇങ്ങനെ മടക്കി കുത്തിയാൽ എൻ്റെ മുമ്പിൽ ഒരുത്തനും നിവർന്നു നിൽക്കില്ല. ഞാൻ നിൽക്കും. ഈ ശിവനെതിരെയോ? അതെ. തോറ്റുപോകും. ജയിക്കും ഞാൻ. ഈ ശിവനില്ലെങ്കിൽ പിന്നെ ശക്തിയില്ല. ശക്തിയില്ലെങ്കിൽ ഇവിടെ ഒരുത്തനും കാണില്ല.